ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂട്ടായിട്ടും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടും ശ്രമിച്ചിട്ടും തകർക്കാൻ പറ്റാത്ത ഇന്ത്യയെ തകർക്കാൻ ഒരസുര വിത്ത് ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടായിരിക്കുക. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിനകത്ത് ഇന്ത്യൻ ദേശസുരക്ഷയെ തകർക്കാൻ പറ്റിയ ഒരു അന്തക വിത്ത് അവിടെ കൊണ്ട് വിതച്ച് അത് വിളവെടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. മറ്റൊന്നുമല്ല, നരവനയുടെ പുസ്തകത്തിൽ നമ്മുടെ രാജ്യസ്നേഹമുള്ള ആരും പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, ഉത്തരവാദിത്തമുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ശത്രു രാജ്യങ്ങൾ ശ്രദ്ധിക്കുമെന്നറിയാം. അവരുടെ മുമ്പിൽ ഇന്ത്യയുടെ ദൗർബല്യങ്ങൾ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടി ഒരു പാഴ്ശ്രമം കൂടി നടത്തി നോക്കി. ഇത് പറയുമ്പോൾ ഞാൻ തിരുവിതാംകൂർ മഹാരാജ്യം എങ്ങനെ പണ്ടൊരിക്കൽ പാണ്ഡ്യനാടിന് കീഴ്പ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ഒരു കഥ, നടന്ന സംഭവം ഒന്ന് വിവരിക്കുക. അതായത് പാണ്ഡ്യസേനയും മറ്റു സൈന്യങ്ങളും എല്ലാം പടയോട്ടത്തോടു കൂടി ശക്തമായിട്ട് കുതിരയുടെയും കാലാളിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ശക്തമായിട്ട് കയറി വന്നിട്ടും ആ ഒരു കോട്ട അവിടെ ഉണ്ടായിരുന്നു. തകർക്കാതെ നിന്ന, അവർക്ക് തകർക്കാൻ കഴിയില്ലെന്ന് അവർ പിന്തിരിഞ്ഞ് ഓടിപ്പോയ ഒരു കോട്ട. ആ കോട്ട എന്ന് പറഞ്ഞാൽ ഒരു വലിയ നെടുങ്കോട്ടയായിരുന്നു. ആകാശത്തോളം ഉയരുന്ന നെടുനീളത്തിൽ തമിഴ്നാട് അതിർത്തി വരെ വ്യാപിക്കുന്ന ഒരു കോട്ട. ആ കോട്ട കണ്ടാണ് ഇവരെല്ലാം തരും, ഇത് കടന്നു പോകാൻ പ്രയാസം, നമ്മുടെ കുതിരയ്ക്ക് ഇതിൻ്റെ മുകളിൽ കൂടൊന്നും ചാടാൻ പറ്റില്ല, നമ്മൾ തോറ്റുപോകും, തുന്നമ്പാടി പോകും എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ഇങ്ങനെ പലവട്ടമായപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു അന്തകവിത്തുണ്ടായിരുന്നു, ഒരു അസുര ജന്മം, ആ അസുരവിത്ത് എന്ത് ചെയ്തു? ഇയാൾ എങ്ങനെയും തോറ്റു കാണും, ഇയാൾ എന്തെങ്കിലും വഴക്ക് വല്ലതും പറഞ്ഞു കാണും, അതിൻ്റെ ദേഷ്യത്തിന് രാജ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും പരീക്ഷ എഴുതിയപ്പോൾ തോറ്റു കാണും, ആ തോറ്റതിൻ്റെ വാശിക്ക് രാജ്യത്തോട് കാണിച്ചു, അമ്മയോട് അങ്ങാടിയിൽ അമ്മയോട് മാതൃരാജ്യത്തോട് തന്നെ കാണിച്ചു. അങ്ങനെ ബീഹാറിൽ തോന്നതിനിപ്പോൾ ഇതാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, ഇയാൾ അങ്ങോട്ട് ചെന്നിട്ട് ആ മതിലേൽ ഇങ്ങനെ പിടിച്ച് രണ്ട് കുലുക്ക്, മതിലിങ്ങനെ കുലുങ്ങുന്നു. ശത്രു സൈന്യം അവിടെ നിന്ന് കാണുമായിരുന്നു, ചാരന്മാരവിടെ നിന്ന് കാണുമായിരുന്നു. യോ, അതൊന്നുമില്ല കിടന്നു, അയാൾ പിടിച്ചാൽ കുലുങ്ങുന്നതാണ്, നമുക്കത് തകർക്കാം. എന്തോ കാര്യമെന്നറിയോ? തിരുവിതാംകൂർ രാജാവുമ്പോൾ വലിയ പണമൊന്നുമില്ലാതെ പനമ്പുകൾ അങ്ങനെ ഈറ്റമേൽ ഇങ്ങനെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു മതിൽ പോലൊരു രൂപം സൃഷ്ടിച്ചതാണ്. ഒരു കോട്ട ആണെന്ന് തോന്നുന്നു, കണ്ടാൽ മനോഹരമായ ശില്പികൾ ചെയ്തുകൊണ്ട് കോട്ടയാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ദൗർബല്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശത്രു സൈന്യം ചാടിക്കയറി വന്ന് കുതിരയെല്ലാം കൂടെ ഈറ്റയെല്ലാം ചവിട്ടി പൊടിച്ചുകൊണ്ട് രാജ്യം വന്ന് കീഴടക്കി. അതുപോലൊരു കുലുക്കാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് കുലുക്കാവുമെന്ന് കരുതിയ ഒരു കുലുക്ക് ആയിരുന്നു. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നിന്ന് നരവനയെ, ഈ രാജ്യത്തെ ബേണിംഗ് ഇഷ്യൂസിനെ, നീറുന്ന പാവങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ വെറുതെ ഒരു രാജ്യദ്രോഹിയുടെ രാജ്യദ്രോഹപരമായ പുസ്തകം, ഭരണഘടന ഉയർത്തുന്നു നോക്കാൻ നിർത്തിയിട്ട് രാജ്യദ്രോഹത്തിൻ്റെ പുസ്തകം എടുത്ത് വിളംബരം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തോട് ചെയ്തത്, ആ കസരയിലിരിക്കാൻ അദ്ദേഹം യോഗ്യനാണോ? അല്ലല്ല, ഇതിനകത്ത് വലിയ ഇപ്പം നമ്മൾ പുറത്ത് ഞാൻ പറയുന്നില്ലേ, പല കാര്യം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഇത് പുറത്ത് അവർ കൊണ്ടുവരും. കാരണം ഇയാൾ വിചാരിക്കുന്നതല്ല ബി ജെ പി ഇത് അടങ്ങിയിരിക്കും. കാരണം ഇതിൻ്റെ മൊത്തത്തിൽ വെളി വരുന്നത് വരെ അനങ്ങത്തില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇറങ്ങി തുടക്കത്തിൽ തന്നെ അടിച്ചത്. അപ്പം നമുക്ക് മൊത്തത്തിൽ വെളിയിൽ വരത്തുമില്ല, ഉദ്ദേശം മനസ്സിലാകത്തില്ല. ഇത് പുള്ളി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ബി ജെ പി ഒന്ന് വിരളുന്നത് പോലെ പമ്മി കാണിച്ചു, പുള്ളി ഉറഞ്ഞു തുള്ളി എല്ലാം കൊണ്ടിത് വെളിയിലിട്ടു. ഇപ്പം ലോകസഭാ അംഗത്വം വരെ പോകുന്ന രീതിയിലും പട്ടാളം പുള്ളിയുടെ പുറകിൽ, പട്ടാള രഹസ്യാന്വേഷണ വിഭാഗം, ഇന്ത്യയിലെ മൊത്തം രഹസ്യാന്വേഷണ വിഭാഗം കൂടെ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നരവന നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെയല്ല. പൂർവ്വകാലം ചിന്തിക്കുമ്പോഴും അദ്ദേഹം നമ്മൾ ഈ പറയുന്ന പോലെ പട്ടാള മേധാവി ആയി, അല്ലെങ്കിൽ ആക്കണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട് പലതും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. അതിനകത്ത് ചില താല്പര്യങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ ആകുന്നെങ്കിലും ആയിക്കോട്ടെ എന്ന് പ്രധാനമന്ത്രിയും ഒരുപക്ഷെ അന്നത്തെ രാഷ്ട്രപതിയൊക്കെ തീരുമാനിച്ചിരുന്നു. ഇതിനെപ്പറ്റി അങ്ങനെ ഒരു വാർത്തയുണ്ട്. ഏതായാലും ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഡൽഹിയിലെ ഒരു പരിപാടിക്കകത്ത് ഇദ്ദേഹത്തിന് കൂടെ നിൽക്കാം, കരസേനാ മേധാവി കൂടെ നിൽക്കാൻ പറ്റത്തില്ലേ? എന്നിട്ട് പോലും ഒരു പരിധിയിൽ കൂടുതൽ അടുത്തപ്പോൾ പ്രധാനമന്ത്രിയുടെ പുറകിൽ നിന്ന് SPG ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. അതൊരു പരാതിയായിട്ട് പറഞ്ഞ് പ്രധാനമന്ത്രി അങ്ങനെ പരാതി പറഞ്ഞതിന് പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ ശാസിച്ചു, അല്ലെങ്കിൽ ആകുന്നതിന് മുമ്പ് കേട്ടോ, പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ ശാസിച്ചു. ആയതിന് ശേഷമാണ് ഇയാളെ, ഈ കമാൻഡറിന് ശേഷം നമ്മുടെ സെൻട്രൽ ഉണ്ടല്ലോ മൊത്തത്തിലുള്ളതിന്റെ, ഇനി ഞാൻ ആകത്തില്ലെന്ന് ഭാര്യ എടുത്ത് പറഞ്ഞായിട്ട് പിന്നെ വാർത്ത വന്ന സാറിന് പറഞ്ഞത് മനസ്സിലായി. അതെ. അപ്പം അന്ന് പ്രധാനമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി. ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ SPG ഇടപെട്ടതിന് അവിടെ പരമാധികാരിയില്ല. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാവുമ്പോൾ അതൊരു പരാതിയായിട്ടും
അത് നിങ്ങൾ പറയുമ്പോൾ ഒരു വലിയ ചർച്ചയായിട്ടും ആ ചർച്ച ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് വെളിയിൽ വരെ പോകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിർത്തി രേഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊരു കളങ്കിത വ്യക്തിത്വം, സംശയാസ്പദമായ വ്യക്തിത്വം എന്നുള്ള രീതിയിലേക്ക് ഒരു പട്ടാള മേധാവിക്ക് വേണ്ട ഡിസിപ്ലിൻ അല്ലെങ്കിൽ സഹനങ്ങൾ ഒന്നുമില്ലാത്ത ഒരുത്തൻ എന്നുള്ള രീതിയിൽ പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇയാള് ഈ പുസ്തകം എഴുതുന്ന പുള്ളിയുടെ വീരസാഹസിക കഥകളും ഇന്ത്യയെ ഉയർത്തി കാണിക്കുന്നതിനും വേണ്ടി ഒന്നും അല്ലല്ലോ. നമ്മളുടെ സച്ചിദാനന്ദ മാഷും ഒന്നും അല്ലല്ലോ കഥയും കവിത എഴുതാൻ, ഇന്ത്യയുടെ രഹസ്യങ്ങളും പട്ടാളത്തിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളും ഒന്നും. അപ്പം ഇതിനകത്ത് മര്യാദയ്ക്ക് പെൻഷൻ കിട്ടുന്നതല്ലേ? മര്യാദ ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടല്ല ഈ പുസ്തകം ഇപ്പൊ ഇറങ്ങണ്ട, ഇപ്പോഴെന്നല്ല എപ്പോഴും ഇറങ്ങണ്ട എന്നുള്ള രീതിയിൽ ഇവിടുത്തെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചിട്ട് മാറ്റി നിർത്തിയത്. ആ പുസ്തകം അങ്ങനെ മാറ്റി നിർത്തിയിരുന്ന പുസ്തകം ഇന്നലെ വളരെ കൃത്യമായിട്ട് ആ പുസ്തകത്തിന്റെ ഫോർമാറ്റിൽ ഒരു പുസ്തകം വെളിയിൽ ഇറങ്ങണമെങ്കിൽ അതിനകത്തൊരു അജണ്ട ഇല്ല സാറേ. ഞാൻ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നമ്മളുടെ ചർച്ചയ്ക്കകത്ത് പറഞ്ഞ് ഇന്ത്യയുടെ കറൻസി അടിക്കാൻ പ്രാപ്തമുള്ള അല്ലെങ്കിൽ ചിദംബരത്തെ പോലുള്ളവർ ഇരുന്ന അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയായിട്ടിരുന്നതും അല്ലെങ്കിൽ പട്ടാള മന്ത്രിയായിട്ടിരുന്നതും അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയായിട്ട് ഇരുന്നതും ഒക്കെ ഉള്ള കോൺഗ്രസ്സാ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പുസ്തകം അടിക്കാൻ പാടില്ല. പക്ഷേ ഇവരടിച്ചതാകണമെന്നില്ല. ഇതുപോലെ പുസ്തകങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ടോ, രഹസ്യമായിട്ട് വിതരണം നടത്തിയിട്ടുണ്ടോ എന്നെങ്ങനെ നമ്മൾ അറിയാനൊക്കും? ഈ പുസ്തകത്തിനകത്ത് നമ്മൾ നോക്കുമ്പോഴായാലും, രാജേന്ദ്ര സാർ നോക്കുമ്പോഴായാലും, ഞാൻ നോക്കുമ്പോഴായാലും കാർഗിൽ യുദ്ധം നമ്മൾ ആവശ്യത്തോടു കൂടി നമ്മുടെ പട്ടാളം യുദ്ധം ചെയ്ത്, നമ്മുടെ പട്ടാളം മലനിരയിൽ നിന്ന് യുദ്ധം ചെയ്ത്, പാകിസ്ഥാൻ അതിൻ്റെ മണ്ടയ്ക്ക് മാസങ്ങളായിട്ട് കയറിയിരുന്നത്, നമ്മൾ തോൽപ്പിച്ചത്, അല്ലെങ്കിൽ ഇസ്രായേൽ വന്നതൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ഓരോ പോയിന്റ് ബൈ പോയിൻ്റായിട്ട് അറിയാവുന്നവന് ഇതിൻ്റെ സാധ്യതകളും രഹസ്യങ്ങളും ഇപ്പം മനസ്സിലായില്ലേ? ഓരോന്നും ഇന്നടത്ത് വെച്ചിരിക്കുന്നു, ഇന്നതുപോലെ കയറുന്നു. അപ്പം എങ്ങനെയൊക്കെ നമ്മുടെ പട്ടാളം വർക്ക് ചെയ്യുന്നു, എവിടെയൊക്കെ അത് ഹോൾഡ് ചെയ്യുന്നു, സ്റ്റാൻഡ് ചെയ്യുന്നു, ഞാനീ പറയാം, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാം. അതായത് പുസ്തകത്തിനകത്ത് നോക്കുമ്പോൾ നമ്മളെ അകത്തെ നമ്മുടെ സൈനിക രഹസ്യങ്ങൾ വളരെ കൃത്യമായിട്ട് വരച്ച് കാണിക്കാൻ പ്രാപ്തമായിട്ട് അതിനകത്തുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പുകഴ്ത്തൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ സൈനിക രഹസ്യങ്ങളില്ലെങ്കിൽ നമ്മുടെ വിജയഗാഥകൾ മാത്രമാണ് ഒതുക്കത്തിൽ. ഇപ്പം പറയല്ലേ, നമ്മുടെ എന്നോട് പറയാം, നമ്മൾ കാർഗിൽ യുദ്ധം വിജയിച്ചു, അതിങ്ങനെ വിജയിച്ചു, അവിടെ ഇസ്രായേൽ വന്നു, നമ്മളെ സഹായിച്ചു, പൈലറ്റിനെ സഹായിച്ചു, ഇന്നതുപോലെ പാകിസ്ഥാൻ 6 മാസം കൊണ്ട് അവിടെ കയറി. ഇതിനകത്തൊന്നും രഹസ്യമൊന്നുമില്ലല്ലോ, എവിടെ സഹായിച്ചു എന്ന് പൈലറ്റ്. പക്ഷേ അതിൻ്റെ അകത്ത് അത് വരച്ച് കാണിക്കുന്നതിന് അതുകൊണ്ടാണ് ആ പുസ്തകം അത് ഹോൾഡ് ചെയ്ത്. ഈ പുസ്തകത്തിൻ്റെ PDF വളരെ കൃത്യമായിട്ട് വിതരണം പോയിട്ടുണ്ട്. ഈ പുസ്തകം നമ്മൾ ഇന്നലെ കണ്ടതനുസരിച്ച് ഇയാൾ വെളിയിൽ വന്ന് ഈ പുസ്തകം എടുത്ത് കാണിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് കണ്ടില്ലേ, ഒരു പുസ്തകം ഒരാൾക്ക് വേണ്ടി അടിക്കുന്ന പുസ്തകമൊന്നും അല്ലത്, വളരെ ചിലവേറിയ രീതിയിൽ അടിച്ചിരിക്കുന്നത്. അപ്പൊ അതുണ്ടോ? അപ്പം എന്തിനാ പുസ്തകം? ആ പുസ്തകത്തിനകത്ത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യസുരക്ഷയുടെ രഹസ്യങ്ങൾ ഒരു പരിധിവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പട്ടാള മേധാവിക്ക്, സൈനിക മേധാവിക്ക്, അതിന് നമുക്കറിയാലോ, കൊട്ടാരക്കരക്കാരൻ എൻ്റെ ബന്ധുവായിരുന്നു അദ്ദേഹം. ആരാ? സൈനിക മേധാവി, അസിസ്റ്റന്റ് സൈനിക മേധാവി വരെയായിട്ടുണ്ട് കൊട്ടാരക്കര എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അറിയാം. അദ്ദേഹത്തിന്റെ ഞാനൊരു പ്രാവശ്യം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഉണ്ട്, നമ്മൾ ഞെട്ടിപ്പോവും വന്നിറങ്ങുമ്പോൾ. അയാൾക്ക് പോലും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ തപ്പിയെടുത്തോണ്ട് പോയാൽ നമ്മുടെ മൊത്തം പോവും, കൊണ്ടുപോയി വേറെ. അപ്പൊ അതേപോലെ ഇത് മരിച്ച് ഇത് ഉത്തരവാദിത്യം എന്ന് പറഞ്ഞാൽ ഇത് അവർക്കറിയാവുന്ന ഒരു പരിധി വരെ. അപ്പം അവർക്ക് അങ്ങനത്തെ ഉള്ള ഒരു മനുഷ്യൻ ഇത് ചെയ്തപ്പോൾ, ഇത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ, ഇത് ബി ജെ പിയെ അല്ലെങ്കിൽ മോശമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ BJP രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ലഡാക്കിൽ ഒരു വിഷയം വന്നപ്പോൾ കൃത്യമായിട്ട് ഇടപെട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലാണ് ചെയ്യാൻ പറഞ്ഞെന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചെങ്കിലും ഈ പുസ്തകത്തിൻ്റെ PR വർക്ക്, അല്ലെങ്കിൽ ഇതുപോലെ കരസേനാ മേധാവി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അറിയാൻ വയ്യാത്തവരറിഞ്ഞോ, ഇന്നതുപോലെ കിട്ടും, അതിനകത്തുനിന്ന് രഹസ്യങ്ങൾ കിട്ടും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. സംശയം കൂടെ ഉണ്ട്, ഞാൻ പറയട്ടെ. ഈ പുസ്തകം ഇന്ത്യയിലെങ്ങും ചോദിച്ചിട്ട് കിട്ടാൻ ആമസോൺ വഴി ഞാൻ അന്വേഷിച്ചു, നോ, കിട്ടുന്നില്ല, ആരും കിട്ടിയതായിട്ട് പറയുന്നില്ല. ഗാന്ധിക്ക് മാത്രം ഇത് കിട്ടാൻ കാരണം ചൈനയിൽ നിന്ന് കോപ്പി കിട്ടിയതാവാൻ സംശയമുണ്ട്. കാരണം ഈ PDF ഫയൽ നേരത്തെ തന്നെ ഉണ്ട് എന്ന് പറയുന്നല്ലോ, പബ്ലിക് ഡൊമൈൻ. ആ PDF ഫയൽ വെച്ച് അവർ പുസ്തകം അടിച്ചിറക്കി കാണും. അതിനകത്ത് നരവനെ പറഞ്ഞിട്ടാണോ ഇല്ലെന്നുള്ളത് ഞാൻ പറയുന്നില്ല, പെൻഗ്വിൻ പറഞ്ഞിട്ടുണ്ട്, താലും അവരെ ഏൽപ്പിച്ചത് അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ആമസോൺ വഴി.
ആമസോൺ വഴി ഞാൻ ചോദിച്ചിട്ട് അവർ തരുന്നില്ല. അപ്പം ഇയാൾക്ക് കോപ്പി ഇട്ട് ചൈന എന്നായിരിക്കും. അല്ല, അതിനകത്ത് വേറെ നരവനെ പറഞ്ഞിട്ടാണോ ഇല്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം. നരവനെ എന്ന് പറയാൻ സാറിന്റെ എന്റെയും കൂട്ടുള്ള ഒരാളല്ല, അറിയാൻ വയ്യാത്ത ആളല്ല, അറിവിന്റെ അങ്ങേയറ്റമാണ്, രാജ്യത്തിന്റെ ഏറ്റവും പരമാധികാരത്തിൽ. അയാൾ ഒരു പുസ്തകം അയാളുടെ ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ PDF പോയിട്ടുണ്ടെങ്കിൽ നരവനെ മറുപടി പറഞ്ഞേ ഒക്കത്തുള്ളൂ. മനസ്സിലായി? അറിയാതെ പോയി എന്റെ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഞാൻ പെണ്ണുമ്പിള്ള എന്തൊരാ കൊടുത്തെന്ന് പറയാനൊക്കത്തില്ല. TG മോഹൻദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതായത് അദ്ദേഹത്തിന് ഇതിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, PDF ഫയൽ കിട്ടിയിട്ടുണ്ടെന്ന് ധാരാളമായിട്ട് എടുക്കുക. അതിന്റെ ഉത്തരവാദിത്തം നരവനെ ആയാലും ശരി, രാഹുൽ ഗാന്ധി. അതിന്റെ പുറകിൽ ഇപ്പൊ നമുക്കറിയാൻ സാധിച്ചു, നരവന്റെ പുറകിൽ നേരത്തെ ഇതുപോലെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അതുപോലെ നിരീക്ഷണം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പോസ്റ്റുകളിൽ വരണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്ന് ഒരുപക്ഷെ നമ്മൾ പറയത്തില്ലേ, ഇപ്പം ഈ പോലീസിനകത്ത് ഷാഡോ പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉണ്ട്. കാരണം മറ്റേ പോലീസുകാരൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, പോലീസിന് ഇതുപോലെ നമ്മുടെ പട്ടാളത്തിനകത്ത് രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. എല്ലാത്തിനകത്ത് വേണ്ട രീതിയിൽ അവർ കൊടുത്തിരുന്നു എന്ന് പറയാം. അതിന് ശേഷവും എന്തോ അങ്ങനെ അദ്ദേഹമായി. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പുറകിൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതായത് ഇതിനകത്തൊരു രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമുണ്ട്. രാജ്യത്തിന് രാഹുൽ ഗാന്ധി അതിനുവേണ്ടി പലവട്ടം, നമുക്കറിയാം രാഹുൽ ഗാന്ധി രാജ്യത്തിനകത്ത് പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ PR വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ബോയുടെ പണ്ടൊരു പരസ്യമുണ്ട്, എവിടെ ലൈഫ് ബോയ് ഉണ്ട് അവിടെ ഉണ്ട് ആരോഗ്യം, എവിടെ രാജ്യദ്രോഹം ഉണ്ട് അവിടെ ഉണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇയാൾ അറിയാമല്ലോ. ഡൽഹി സ്ഫോടനം, ഡൽഹി കലാപം, കർഷക കലാപം, ഏറ്റവും അവസാനം വോട്ട് ചോരി യാത്ര, ലഡാക്കില് നമുക്കെതിരെ ജൻസികളെ സംഘടിപ്പിക്കുന്ന വന്നപ്പോൾ അവനെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പ്രഖ്യാപിച്ച അയാൾ. ഭാരത് ജോഡോ ഭീകരവാദികൾ. അപ്പം ഇതിനുശേഷം ഇന്ത്യക്ക് വെളിയിൽ ഇവിടുന്ന് ഇന്ത്യയിൽ കയറാൻ പറ്റാത്ത രാജ്യദ്രോഹികൾ ഇന്ത്യക്ക് വെളിയിൽ പോയി നിൽക്കുമ്പോൾ അവനെ അവിടെ പോയി കാണുന്നു. അല്ലെ, എല്ലാ രീതിയിലും രാജ്യത്തെ ഇഴുത്തി കാണിക്കുന്നു. ഇപ്പൊ ഇതും അതിന്റെ ഒരു ഭാഗമാണ്. ഏതായാലും ഇതിനകത്ത് നിസ്സാരമായിട്ട് തീരത്തില്ല. ഇത് ഇയാളുടെ MP സ്ഥാനം ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും അതുപോലെ ഇന്ത്യ വിറ്റു കരാറിന്റെ അടിസ്ഥാനത്തിൽ, അതും ഉൾപ്പെടെ ഇപ്പം ഏത് MP സാറേ ഇന്ന് കൊടുത്തേക്കുന്നത്? ദുഷ്കാന്ത് ദുബെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അതൊരു ചർച്ചയായിട്ട് വരികയും ക്ലെയിമായിട്ട് വരികയും ഒക്കെ ചെയ്യെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പണി കിട്ടും. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഇന്റലിജൻസും പട്ടാളവും ഒക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. മനോരമ കുടുംബം കുടുംബത്തിനകത്ത് സർവേ നടത്തിക്കൊണ്ട് ഇയാളാണ് ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല, കിട്ടേണ്ടത് കിട്ടും. കാരണം ഇയാളെ നിരന്തരമായിട്ടുള്ള പണിക്ക് പിന്നെ അവരിത് വേണ്ട എന്ന് വെച്ചേക്കും. കാരണം അവർക്ക് പ്രയോജനം ചെയ്യുന്ന സാധനം. അതെ, ശരി.